ഇക്ബാൽ, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെ പാലക്കാട്ട് മഴയുണ്ടോ? നല്ല ചൂടിന് ശേഷം കുറെ മഴയൊക്കെ പെയ്ത് മൊത്തത്തിൽ പാലക്കാട് തണുത്ത് കിടക്കുകയാണെന്ന് തോന്നുന്നു. സുജയ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ചെറിയ ഒരു തോതിലുള്ള ഒരു മഴ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പാലക്കാട്ടെ കാലാവസ്ഥ വലിയ രീതിയിൽ കുഴപ്പമില്ലാത്തതിലേക്ക് എത്തിയിരിക്കുന്നു. വീണ്ടും ചൂട് ഉയരുന്ന രീതിയിലേക്കാണ് നിലവിൽ പാലക്കാട്ടെ അവസ്ഥയുള്ളത്. വൈകുന്നേരങ്ങളിലാണ് മഴയുള്ളത്. പ്രത്യേകിച്ചും അട്ടപ്പാടി, നെല്ലിയാമ്പതി പോലുള്ള മലനിരകളിലേക്കാണ് മഴ എത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും പാലക്കാട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഇതുവരെ വലിയ കാര്യമായിട്ടുള്ളൊരു മഴ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ 2 ദിവസമായി. ഓക്കെ, നമ്മുടെ പാലക്കാട്ട് നിന്ന് ഒരുപാട് പേർ നമ്മുടെ മോർണിംഗ് ഷോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്ഡേറ്റ് ചോദിച്ചത്. അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ, ഈ ഞായറാഴ്ച ഒന്ന് ആസ്വദിക്കാൻ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഇക്ബാൽ വരാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിനി നമ്മുടെ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ തൊഴിലാളികൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? 1-ാം തീയതി എന്ന് പറയുമ്പോൾ ഇനി ഒരാഴ്ച കഷ്ടിയേ ഉള്ളൂ. സുജയ, ശരിക്കും യാഥാർത്ഥ്യം നോക്കുകയാണെങ്കിൽ നാളെ മുതലാണ് ഈ ലോറി തൊഴിലാളികൾ ഈ പണിമുടക്ക് നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഇത് 1-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അതും ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് ലോറി തൊഴിലാളികൾ അത്തരത്തിലൊരു തീരുമാനം എടുത്തത്. സിവിൽ സപ്ലൈസിൽ നിന്ന്, ഈ FCIയിൽ നിന്ന് ചരക്ക് നീക്കം നടത്തുന്നതിൻ്റെ കൂലി സിവിൽ സപ്ലൈസിൽ നിന്ന് കരാറുകാർക്കാണ് ആദ്യം ലഭിക്കുക. പിന്നീടാണ് ഈ കരാറുകാരിൽ നിന്ന് ലോറി തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടത്. പക്ഷേ മാർച്ച് മുതൽ 1 രൂപ പോലും കരാറുകാർക്ക് തന്നെ ഈ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. പിന്നീട് എങ്ങനെയാണ് ലോറി തൊഴിലാളികൾക്ക് പ്രതിഫലം ലഭിക്കുക എന്നാണ് ഒരു ചോദ്യമായി ഉയരുന്നത്. വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ FCIയിൽ നിന്നും ചരക്ക് നീക്കം നടത്തുന്ന 97 ലോറി തൊഴിലാളികളും എത്തിയിരിക്കുന്നത്. ഇവർ ചരക്ക് നീക്കം നടത്തിയാൽ മാത്രമാണ് പാലക്കാട്ടെ റേഷൻ കടകളിലേക്ക് അരിയും ഗോതമ്പും എല്ലാം എത്തുകയുള്ളൂ. പക്ഷേ ഇത് നടത്തുന്നത് ഇപ്പോൾ നിലവിൽ ഇവരുടെ തന്നെ ലോറി തൊഴിലാളികളെ തന്നെ കയ്യിൽ നിന്ന് ഡീസൽ അടിച്ചുകൊണ്ടാണ്. സർക്കാരാണ് ഈ തുക മുഴുവൻ നൽകേണ്ടത്. പക്ഷേ 1 രൂപ പോലും ഈ ലോറി തൊഴിലാളികൾക്ക് നൽകാൻ സിവിൽ സപ്ലൈസോ സർക്കാരോ തയ്യാറാവുന്നില്ല എന്നാണ് ഇവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. ഈ മെയ് 31 വരെ കരാറുകാരിൽ നിന്ന് ചെറിയൊരു അഡ്വാൻസ് തുക, ഡീസലിന് വേണ്ടി മാത്രം ഒരു ചെറിയൊരു അഡ്വാൻസ് തുക വാങ്ങിയാണ് ഇവർ നിലവിൽ ചരക്ക് നീക്കം നടത്തുന്നത്. ജൂൺ 1 മുതൽ ഈ കിട്ടുന്ന ഈ അഡ്വാൻസ് തുകയും കിട്ടാതാവും. അതോടെയാണ് ഇവർ ചരക്ക് നീക്കം നടത്തില്ല എന്ന രീതിയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നിരവധി തവണ പരാതികൾ നൽകിയെന്നാണ് ലോറി തൊഴിലാളികളും തൊഴിലാളികളുടെ സംഘടനകളും പറയുന്നത്. സിവിൽ സപ്ലൈസ് MD ഉൾപ്പെടെ കൊച്ചിയിലെത്തി കാണാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഈ ലോറി തൊഴിലാളികളെ അല്ലെങ്കിൽ തൊഴിലാളി യൂണിയനുകളെ കാണാൻ പോലും തയ്യാറാവുന്നില്ല. കാരണം അവധി പറഞ്ഞു മടുത്തു എന്ന രീതിയിലുള്ളൊരു ഉത്തരമാണ് സിവിൽ സപ്ലൈസ് ഓഫീസിൽ നിന്ന് തൊഴിലാളികൾക്കും യൂണിയനുകൾക്കും ലഭിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ പാലക്കാട്ടെ റേഷൻ വിതരണം അനിശ്ചിതത്വത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം FCIയിൽ നിന്ന് ലോറികൾ പോയാൽ മാത്രമാണ് റേഷൻ കടകളിലേക്ക് ഈ റേഷൻ അരിയും അതുപോലെ തന്നെ ഗോതമ്പും എല്ലാം എത്തുള്ളൂ. ഇത് ബാധിക്കാൻ പോകുന്ന ജൂൺ 1 മുതൽ ഇവ ഈ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കുമ്പോൾ വലിയ രീതിയിൽ പാലക്കാട് ഈ റേഷൻ ഉപഭോക്താക്കളെ വലിയ രീതിയിൽ ഇത് ബാധിക്കും. ഏതായാലും എത്രയും പെട്ടെന്ന് ഈ ലോറി തൊഴിലാളികളുടെ ഈ ഒരു പ്രശ്നം, അവർക്ക് കഴിഞ്ഞ 2 മാസമാണ് ഈ തുക ലഭിക്കാതായിരിക്കുന്നത്. 25 ലക്ഷത്തോളം രൂപ വരും ഈ 97 ലോറി തൊഴിലാളികൾക്കും ലഭിക്കേണ്ട പ്രതിഫലം. ഇത് എത്രയും പെട്ടെന്ന് സർക്കാർ നൽകിയിട്ടില്ലെങ്കിൽ പാലക്കാട്ടെ റേഷൻ വിതരണം അവതാളത്തിലാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടപടി വേണമെന്നാണ് ലോറി തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും തൊഴിലാളി യൂണിയനുകളും ആവശ്യപ്പെടുന്നത്. സുജയ, ഓക്കെ.